തൃപ്പൂണിത്തുറയിൽ അംഗനവാടിയുടെ മേൽക്കൂര തകർന്നു വീണു. കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അപകടം സംഭവിച്ചത്. കണ്ടനാട് JBSLP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കാണാം ഡാനി പോളിന്റെ റിപ്പോർട്ട്. ഉദയംപേരൂർ കണ്ടനാട് ജൂനിയർ ബേസിക് സ്കൂളിൽ ഇന്ന് തികച്ചും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത്. ഇവിടേക്ക് LKGയിലും അതോടൊപ്പം തന്നെ അംഗനവാടിയിലും പഠിക്കുന്നവർ, അതിൽ ഏതാണ്ട് 12 പേരാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് എത്തുന്നവർ അവരെ ആ തകർന്ന കെട്ടിടത്തിൽ അതിലേക്ക് എത്തപ്പെടാതെ, അതായത് സ്കൂൾ സമയത്തിന് തൊട്ട് മുൻപാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. മേൽക്കൂര ഒന്നാകെ താഴേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. അതിൽ കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നത്. അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ഒപ്പം തന്നെ ടീച്ചർമാർ അവിടേക്ക് എത്തിയിരുന്നില്ല. അതിനകത്ത് വൃത്തിയാക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ പെട്ടെന്ന് ഇറങ്ങി മാറാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് രക്ഷപ്പെടാനായത്. നമുക്കൊപ്പം അവരുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലായിരുന്നു. അതെ, തീർച്ചയായിട്ടും. കാലത്ത് ഞാൻ വന്ന് തൂത്തൊക്കെ വാരി കഴിഞ്ഞ് എറാത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും അപ്പോൾ ടീച്ചർമാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ ചേച്ചി എടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനുമാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ ഓടിക്കുമെന്ന് പറയാം. ടീച്ചർമാർ എങ്ങോട്ടേക്ക് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോൾ തന്നെ ആ വരാതിനടുത്ത് ചാടിപ്പോൾ ഞാൻ അവിടെ വീണിട്ട് വീണ്ടും എണീറ്റ് ഞാൻ ചൂലും കയ്യിൽ നിന്ന് പോയി കണ്ണടയും തെറിച്ച് പോയി. ഞാൻ അവിടെ നിന്ന് ഓടി അപ്പുറത്തേക്ക് മാറി നിന്നപ്പോൾ പിന്നെ എനിക്കൊന്നും മിണ്ടാനായിട്ട് പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ വിറയ്ക്കുമായിരുന്നു. നിനക്ക് കണ്ണിലൊക്കെ എന്താ ഇരുട്ട് കയറിയ പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ഓർത്തു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് വന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പോകുമായിരുന്നു. ആ ചിന്തയായിരുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മരണത്തിൽ ഞങ്ങളെല്ലാവരും ഒഴിവായ ദൈവത്തിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം. വലിയ രക്ഷപ്പെടലാണ്. ആ ദുരന്തം ഇപ്പോഴും നമ്മളെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ നേരത്തെ വരുന്ന കുട്ടിയുണ്ട്. ഇന്നൊരു കുട്ടി വൈകി വന്ന് ടെസ്സാന്നും പറഞ്ഞ് ആ കുട്ടിയാണ് ഏറ്റവും നേരത്തെ വരുന്നത്. ഇന്ന് അതിൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നതുകൊണ്ട് കുട്ടി വൈകി വന്നു. ഇപ്പോഴും ആ നടക്കത്തിൽ നിന്ന് നമുക്ക് മാറാറായിട്ടില്ല. ഇത്രയും കുട്ടികളും അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ അമൃതം പൊടിയൊക്കെ മേടിക്കാൻ വരുന്നവർ വരും. ഞങ്ങൾ കുട്ടികളുടെ ഗ്രോത്തും ഒക്കെ മെഷീനിൽ നോക്കണതെല്ലാം ഞങ്ങളവിടെ വെച്ചാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. കെട്ടിടം മാറ്റണം, അതിൻ്റെ അവസ്ഥയൊക്കെ പലവണ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തിലൊക്കെ പരാതികളൊക്കെ കൊടുത്താണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നോന്നൊക്കെ പറഞ്ഞതൊക്കെയാണ്. പക്ഷേ ആരും എടുക്കാറില്ലായിരുന്നു. വലിയ വൈകാരികമായിട്ട് തന്നെയാണ് അവർ ആ രക്ഷപ്പെടലിനെ കുറിച്ച് പറയുന്നത്. കാരണം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുന്നത്. ഇതിന് അപ്പുറം ഇതിൽ കെട്ടിടം മുഴുവനായിട്ട് ഏതാണ്ട് തന്നെ തകർന്ന് കിടക്കുന്ന ഒരു ഭാഗം അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പൂർണ്ണമായും തന്നെ തകർന്ന് ഇരിപ്പിടമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിനകത്തേക്ക് വരുമ്പോൾ ഇത് നമുക്ക് കാഴ്ച കാണാം. ഇതിൽ ആ മേൽക്കൂര മുഴുവനായിട്ട് തന്നെ തകർന്ന് ഇടിഞ്ഞ് വീണിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ചട്ടം തകർന്ന് കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ചട്ടം തകർന്ന് പൂർണ്ണമായും താഴേക്കിരുന്നു ഓടടക്കം 100 വർഷത്തിനോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. ഇതിന് പലതവണ ഇവർക്ക് പരാതി നൽകുന്നു, പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് പാമ്പ് വരെ കയറിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ചുറ്റുപാടുന്നത്. കാരണം ഇത് അത്ര കണ്ട് ഒരു സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നാളെ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുകയായിരുന്നെല്ലാം. എന്തായാലും വലിയ ദുരന്തത്തിൽ നിന്നാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടലുണ്ടാവുന്നത്. 12 പേരാണ് ഇവിടേക്ക് LKGയിലും അതോടൊപ്പം തന്നെ അങ്കണവാടിയിലേക്കുമായിട്ട് ദിവസവും എത്തിക്കൊണ്ടിരുന്നത്, അധിക ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നത്. അവരെത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ രീതിയിലേക്ക് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് ഒരു അവസ്ഥയായിട്ട് മാറാതിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ രക്ഷപ്പെടൽ ഉണ്ടാകുന്നത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയും ഇതിൻ്റെ കുട്ടികളുടെ അധ്യയന ദിവസങ്ങൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വൈകാതെ കൂടുതൽ നടപടികളിലേക്ക് ഉദയംപേരൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതാണ് നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദയംപേരൂരിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18.